വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മളൊരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നാമത് കുറച്ച് ഇൻസ്റ്റഗ്രാമിൽ കുറച്ചൊന്നും എന്തായിട്ട് എൻഗേജ് ചെയ്തു പോയി. അതാണ് യൂട്യൂബിൽ ഷോർട്ട് വീഡിയോസ് മാത്രമായിട്ട് ഒതുങ്ങിക്കൂടും. സോ ഇനി അങ്ങോട്ട് നമ്മുടെ മാക്സിമം വീഡിയോസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. സോ ഇന്ന് വേൾഡ് കപ്പിൻ്റെ ഫൈനലാണ്. സത്യം പറഞ്ഞാൽ വേൾഡ് കപ്പ് തുടങ്ങിയ അന്ന് മുതൽ വിചാരിച്ചതാണ് വീഡിയോ ചെയ്യണം. വേൾഡ് കപ്പിൻ്റെ എല്ലാ സീരീസ് അടങ്ങുന്ന ഒരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ കരുതിയതായിരുന്നു. സോ എന്താ ചെയ്യാം, നമുക്ക് അതിനുള്ള ചാൻസ് കിട്ടിയില്ല. സോ അതിനുള്ള ടൈം കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ല. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങൾ വന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ലാഗ് അടിച്ചു പോയത്. പക്ഷേ സത്യം പറയാലോ, ഇനി അങ്ങോട്ട് ലാഗ് അടിക്കാൻ പാടില്ല. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്, ലാസ്റ്റ് എൻഡിങ് ഓഫ് ദ ഫൈനൽ മാച്ച്. സോ ഒരുപാട് ഗിവ് അവേ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളും ഗിവ് അവേയും കാര്യങ്ങളൊക്കെ തരണം എന്ന് കരുതിയിരുന്നു. സോ ഇനി പരിമിതമായ ടൈമുകൾ മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ വേൾഡ് കപ്പ് കഴിഞ്ഞ ശേഷമായിരിക്കും കാണാം, അല്ലെങ്കിൽ തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുമ്പായിരിക്കും കാണാം. സോ അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ഗിവ് അവേ തന്നാൽ കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ മത്സരം എങ്ങനെ വിലയിരുത്തി അല്ലെങ്കിൽ സോ നമ്മളൊരു ബ്രസീൽ ഫാനാണ്, ആരോട് പറയണം. ഓക്കെ, എന്തായാലും ഒരു കാര്യം പറയാം, ഇന്നൊരു കിടിലൻ മാച്ചിനാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അതും അർജൻറ്റീന vs സ്പെയിൻ. അതായത് ഫൈനലിസിമ. എനിക്ക് തോന്നുന്നു അർജൻറ്റീന സ്പെയിൻ ഒരു മത്സരം നമ്മൾ കാണേണ്ടതായിരുന്നു. പക്ഷെ അത് ക്യാൻസൽ ചെയ്ത ഒരു കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അതായത് ഇതൊരു കിടിലൻ ഫൈനൽ തന്നെയായിരിക്കും. അപ്പം സത്യം പറഞ്ഞാൽ ഈ ഒരു ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അൺപ്രഡിക്റ്റബിൾ മാച്ച് എന്ന് തന്നെ പറയണം. പക്ഷെ പലരും ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അർജൻറ്റീന തോൽക്കും എന്ന രീതിയിലാണ്. സോ ഞാൻ ബ്രസീൽ ഫാനായിട്ട് എനിക്ക് തോന്നുന്നതാണ് അറിയില്ല. ഞാൻ അന്വേഷിച്ചിടത്തോളം അതായത് നമ്മളിങ്ങനെ ടീമിൻ്റെ വിലയിരുത്തലും കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് രീതിയിൽ കാണുമ്പം സ്പെയിനാണ് ചെറിയൊരു മുൻതൂക്കം എല്ലാവരും പറയുന്നത്. പക്ഷേ ഞാൻ സത്യം പറയാമല്ലോ, അർജൻറ്റീന കിടിലൻ ടീമാണ്. അർജൻറ്റീന വിജയിക്കാൻ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ലാസ്റ്റ് ഒരു 15 മിനിറ്റ് കിട്ടിയാൽ മതി. ആ കളിയുടെ ലെവൽ തന്നെ അവർ മാറ്റിയെടുക്കുന്ന മത്സരമാണ് നമ്മൾ കഴിഞ്ഞ സെമിയിലാവട്ടെ അതിന് മുമ്പുള്ള മത്സരമൊക്കെ കണ്ടത്. സോ പക്ഷേ ചെറിയൊരു മൈനസ് പോയിന്റും അർജൻറ്റീനയുടെ ഭാഗത്ത് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഗോൾ വഴങ്ങുന്ന കാര്യത്തിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം അർജൻറ്റീനയെ കുറിച്ച് തന്നെ ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്യാം. സത്യം പറഞ്ഞാൽ ഒരു കിടിലം വേൾഡ് കപ്പായിരുന്നു ഇവരെ സംബന്ധിച്ച്. ഈ ഒരു ടീം അർജൻറ്റീനയുടെ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആ ഒരു വേൾഡ് കപ്പിൽ കിരീടം നേടി. സോ അതിനുശേഷം നമ്മൾ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് ചെറിയൊരു ക്ലിയറിന് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. ഞാൻ പറയുന്നത് എന്തായാലും കേൾക്കുന്നുണ്ടല്ലോ, എനിക്ക് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരുപാട് പറഞ്ഞു പോകും. അപ്പോൾ സ്കിപ്പ് ചെയ്യുന്നവരെ സ്കിപ്പ് ചെയ്തോ, അല്ലാത്തൊരു വീഡിയോ കാണാം. ഓക്കെ, അപ്പം അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വേൾഡ് കപ്പല്ല, കഴിഞ്ഞ വേൾഡ് കപ്പ് മുതൽ തന്നെ സ്കലോണി വന്നതിന് ശേഷം അവരുടെ പ്രകടനം മികച്ച പ്രകടനമാണ്. ഒരുപാട് രീതിയിൽ അവർ മാറിയിട്ടുണ്ട്. അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ്. സോ ഒന്നും പറയാനില്ല, കിട്ടും. ഓക്കെ, പക്ഷേ ആ പുള്ളിക്കാരന് എന്താ വെച്ചു ബനാൽറ്റി മാത്രമാണ് ഒരു സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയത്. ബനാൽറ്റിയിൽ മാത്രം ഒരു കോൺഫിഡൻസ്, ബനാൽറ്റി എങ്ങനെ ഒന്നാലും തുടക്കുന്നില്ല ഒരു കോൺഫിഡൻറ്റ് പുള്ളിക്കാരനാണ്. കഴിഞ്ഞ വേൾഡ് കപ്പ് മുതൽ നമുക്കതറിയാം. ബട്ട് ബനാൽറ്റി അല്ലാത്ത ഒരു സിറ്റുവേഷനിൽ ഗോള് വരും. ഓക്കെ, എങ്ങനെയായാലും ഗോൾ വരും. ബനാൽറ്റി മാത്രമാണ് ഒരു ടാർഗറ്റ് നൽകി സമനില പിടിച്ച് ബനാൽറ്റിയിലെത്തുകയാണെങ്കിൽ ഷുവർ അർജൻറ്റീന വിന്നിങ് ചാൻസ് കൂടുതലാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇവരെ പ്രതിരോധ രീതിയിലും കാര്യങ്ങൾ, അതുപോലെ ഇവരെ മറ്റു താരങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ലിസാൻഡോ മാർട്ടിനസ്, അതുപോലെ റൊമേറോ, മൊലീന, അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മളെ മാക് അലിസ്റ്റർ, അതുപോലെ എൻസോ ഫെർണാണ്ടസ്, അങ്ങനെ ഒത്തിരി താരങ്ങൾ ഇറങ്ങുന്ന ഒരു കിടിലൻ ടീമാണ്. ഇപ്പോൾ എന്നെ പറയാൻ കഴിയില്ല, കാരണം മാർട്ടിനസിനൊക്കെ നിങ്ങൾക്ക് എന്തായാലും അറിയില്ല. ഒന്ന് സത്യം പറഞ്ഞാൽ മാർട്ടിനസ് ഇറങ്ങിക്കഴിഞ്ഞാൽ കളി മൊത്തത്തിലൊരു മാറുന്ന ഒരവസ്ഥ ഈ സെക്കൻഡ് ഹാഫുകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ മാർട്ടിനസിനെ കോച്ച് നടക്കുന്നു, അതോടുകൂടി കളിയാണ് മാറുന്നു. ഇപ്പോൾ കഴിഞ്ഞ കളി ഇംഗ്ലണ്ടിൻ്റെ പോലെ കഴിഞ്ഞ കളി പറയുകയാണെങ്കിൽ ഏകദേശം തോൽവി ഉറപ്പിച്ചൊരു മത്സരം എന്ന് പറയാം. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏകദേശം വിജയിക്കുമെന്നുള്ള കോൺഫിഡൻറ്റിലെത്തിയ ഒരു ടൈമിലാണ് പെട്ടെന്ന് കുറച്ച് മാറ്റങ്ങൾ വരുന്നു, കളി മാറുന്നത്. പിന്നെ അങ്ങോട്ട് ചട്ടപ്പട ഒരു 5 മിനിറ്റ് കൊണ്ട് കളി തീരുമാനമായി. സോ അതേപോലെ എന്ത് വേണമെങ്കിലും ഇത്തവണ സംഭവിക്കാം. പിന്നെ ഇവർ പറയും മുന്നേറ്റ നിരയിൽ ലയണൽ മെസ്സി, അതുപോലെ തന്നെ നമ്മൾ ആൽവാരസ്,
ജൂലിയൻ ആൽവാരസ്. ഇവരെ രണ്ടുപേരെ എന്തായാലും നമ്മൾ ഇത്തവണയും ഫസ്റ്റ് ഹാഫിൽ തന്നെ പ്രതീക്ഷിക്കുന്നു. മെസ്സി എന്തായാലും ഉണ്ടാവും, ആൽവാരസും ഉണ്ടാകും എന്ന് പ്രതീക്ഷ. മാർട്ടിനസിൻ്റെ സൂപ്പർ സബ്, കളി മാറ്റിയെടുക്കുന്ന താരെന്ന് പറയാം. ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഞാൻ സത്യം പറയുന്നത് ഡിമേരിയ ആയിരുന്നു അന്ന് മാറ്റിയെടുത്തത്. ഇന്ന് ആ ഒരു ജോലി ഇവിടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ഒരു ചൂടുണ്ടാവും. ഓക്കെ, ചൂടുള്ളൊരു മത്സരം. പിന്നെ അർജൻറ്റീനയുടെ ഫോർമേഷൻസ് എന്ന് പറഞ്ഞാൽ 2 രീതിയിലുള്ള ഫോർമേഷനിലാണ് അർജൻറ്റീന ടീം ഇറങ്ങാറ്. ഒന്ന് 4-4-2 എന്ന ഫോർമേഷൻ, മെസ്സിനെയും ആൽവാരസിനും മുന്നിൽ നിർത്തിയിട്ട് 4-4-2 എന്ന ഫോർമേഷനിൽ അർജൻറ്റീന ഇറങ്ങും. 1-4-4-2. പിന്നെ അർജൻറ്റീന മറ്റൊരു ശൈലി എന്ന് പറയുകയാണെങ്കിൽ 4-1-3-2. 1-4-3-2. ഓക്കെ, ഈ ഒരു ഫോർമേഷനിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫിലൊരു ഫോർമേഷൻ, സെക്കൻഡ് ഹാഫിലൊരു ഫോർമേഷൻ. അതായത് ഇപ്പോൾ ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾ അടിച്ചിട്ട് ഡിഫൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു മാറ്റം വരും. അതല്ലെങ്കിൽ ഒരു ഗോൾ അടിച്ച് വീണ്ടും ഗോൾ അടിക്കുന്ന രീതിയിലാണെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരും. അപ്പോൾ എന്തായാലും ഈ ഒരു 2 ഫോർമേഷനിൽ ഏതെങ്കിലും ഒരു ഫോർമേഷൻ വെച്ചിട്ടായിരിക്കും അർജൻറ്റീന ഇറങ്ങും. 4-1-3-2 നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നത്തെ മത്സരത്തിന് ഇപ്പോൾ 4-4-2 എന്ന ആ ഒരു ടഫ് ഡിഫെൻഡിങ് ഉള്ള ആ ഒരു കോമ്പിനേഷൻ, ആ ഒരു ഫോർമേഷനിലായിരിക്കും അർജൻറ്റീന ടീമിൽ ഇറങ്ങാനുള്ള ചാൻസ്. എന്തായാലും വൈകാതെ തന്നെ ലൈനപ്പും കാര്യങ്ങളൊക്കെ വരും. സോ എന്തായാലും ഒരു കിഡിലൻ പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അത്രയും നല്ലൊരു മത്സരമായിരിക്കും ഈ ഒരു ഫൈനൽ എന്ന് പറയാം. സോ 2010 ശേഷം നമ്മൾ സ്പെയിനിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്യാം. 2010 ശേഷം അടുത്തൊരു കിരീടം എന്ന ലക്ഷ്യത്തോടു കൂടി ഇറങ്ങുന്ന ഒരു യൂറോപ്പിലെ ഒരു വമ്പൻ ടീമാണ് സ്പെയിൻ. സോ യുവനിരകളെ ഇറക്കി ഇത്തവണ അവർ കാണിച്ചു തരുന്നത് എന്താണ് കളിയെന്ന് അവർ കറക്റ്റ് കാണിച്ചു തന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഫ്രാൻസ് എത്രയോ ഒരു കിട്ടില്ല വലിയ ടീം. അപ്പോൾ അങ്ങനെ തന്നെ പറയാം, കിട്ടില്ല ടീം. അവരെ വരെ തോൽപ്പിച്ച് ഫൈനലിൽ എത്തിയ ഒരു ടീം. സത്യം പറഞ്ഞാൽ ഒരുപാട് കടമ്പുകൾ, പോർച്ചുഗൽ അങ്ങനെ വമ്പൻ ടീമുകളൊക്കെ തോൽപ്പിച്ചിട്ടാണ് എന്ത് ചെയ്തത് സ്പെയിൻ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. സോ സ്പെയിനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് ഈ ഒരു മത്സരത്തിലും ഇപ്പോൾ അർജൻറ്റീനയെ സംബന്ധിച്ച് ഒരു ടഫ് എന്ന് പറയാൻ പറ്റുന്ന ഒരു താരെന്ന് പറഞ്ഞാൽ സ്പെയിനിൻ്റെ ഗോൾ കീപ്പർ ഉനായ് സിമോൺ എന്ന് പറയുന്ന കീപ്പറാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു വേൾഡ് കപ്പിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഗോൾഡൻ ക്ലബിന് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ഗോൾ കീപ്പർ എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഗോൾ കീപ്പറെ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം അത്രയും കിഡിൽ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. മാത്രമല്ല സ്പെയിനിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കാരണക്കാരനായ ഒരാൾ കൂടിയാണ്. കാരണം അത്രയും മത്സരങ്ങൾ തോൽക്കാതെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു പവർ തന്നെയാണ്. അതായത് ഒരുപാട് സേവുകൾ വന്നിട്ടുണ്ട്. അതുപോലെ ഗോൾ വഴങ്ങിയത് നോക്കുകയാണെങ്കിൽ ഒരു ഗോൾ മാത്രമാണ് ഈ ഒരു വേൾഡ് കപ്പിൽ സ്പെയിൻ വഴങ്ങിയിട്ടുള്ളത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലസ് പോയിൻ്റാണ്. പിന്നെ ഒരു കിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ ഈ സ്പെയിനിൻ്റെ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ നോട്ടപ്പുള്ളി എന്ന് തന്നെ വേണമെങ്കിൽ ആ ഒരു ഗോൾ കീപ്പറെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ അവർ പെഡ്രി ഉണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് യമാലിനെ പറ്റി. യമാലിൻ്റെ പെർഫോമൻസിനെ പറ്റി ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബാർസലോണയുടെ കളി കണ്ടിട്ടുണ്ടെങ്കിൽ യമാലിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. ഓക്കെ, യമാല് എന്തായാലും ഒരു കിട്ടില്ല ഗോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ എന്നാലും ഈ ഒരു മത്സരം എനിക്ക് തോന്നുന്നു ബാൽഡിങ് കാര്യങ്ങളൊക്കെ വരും. മത്സരം എന്തായാലും ഒരു ചൂട് കൂടി ചുവപ്പ് കാർഡും മഞ്ഞ കാർഡും ഒക്കെയുള്ള ഒരു കിട്ടില്ല ദിക്കാച്ച് മത്സരം എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. അപ്പം സ്പെയിനിൻ്റെ ഫോർമേഷൻ നമ്മൾ നോക്കുമ്പം 4-1-2-3 ഒരു ഫോർമേഷനും 4-2-3-1 എന്ന ഒരു ഫോർമേഷനും കാണുന്നത്. അപ്പോൾ ഇതിൽ ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 4-1-2-3 എന്ന ഒരു ചെറിയൊരു ഫോർമേഷനിലാണ് നമ്മൾ ഇന്ന് മത്സരം കാണാൻ പോകുന്നത്. സോ ആ ഒരു ഫോർമേഷൻ തന്നെയായിരിക്കും അവരിൽ ഉണ്ടാവുക. പിന്നെ ഈ ഒരു 2 ടീമിനെ നമ്മൾ കോംബോ ചെയ്യുകയാണെങ്കിൽ, അതായത് അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം നല്ല പെർഫോമൻസിൽ മുന്നോട്ട് പോകുന്ന ടീമാണ്. ഒരു കോൺഫിഡൻസ്, അതായത് ആരാധകർക്കൊക്കെ വേണ്ടി കളിക്കുന്ന ഒരു കളി നല്ല രീതിയിൽ ലാസ്റ്റ് മിനിറ്റ് വരെ ഒരു കളി അൺപ്രഡിക്റ്റബിൾ ആക്കാൻ കഴിയുന്ന ഒരു ടീം മേക്കിംഗ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ ഒരു മൈനസ് പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ എല്ലാ കളിയും ഗോളും വേണമെന്നുണ്ട്. പിന്നെ പ്രതിരോധത്തിൽ ചെറിയ പിഴവിലായിരിക്കാം അതിൽ കാരണം പ്രതീക്ഷിക്കാം. പിന്നെ പറയുകയാണെങ്കിൽ എല്ലാ കളിയും ഗോൾ അടിക്കുന്നത് അതൊരു പ്ലസ് പോയിൻ്റാണ്. അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഗോൾ വന്നിട്ടുള്ളത് സെക്കൻഡ് ഹാഫിൽ ഒരു 50 മിനിറ്റിന് ശേഷം, അതുപോലെ 80 മിനിറ്റിന് ശേഷമൊക്കെയായിട്ടാണ് ഏറ്റവും കൂടുതൽ ഗോൾ വന്നിട്ടുള്ളത്. അതൊരു പ്ലസ് പോയിൻ്റാണ്. അപ്പം എന്തായാലും ഒരു കോൺഫിഡൻറ്റ് ബിൽഡ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ടീം എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. ഇത് നമ്മൾ സ്പെയിനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗോൾ വഴങ്ങിയത് കുറവാണ്. അതൊരു പ്ലസ് പോയിൻ്റ് ആണെങ്കിൽ ഗോൾ അടിച്ചതും കുറവാണ്. അങ്ങനെ ഒരു കുഴപ്പം കൂടെ ഉണ്ട്. ഗോൾ അടിച്ചതും അതിൽ കുറവാണ്.
പക്ഷേ അവരുടെ ഗോൾ വന്നിട്ടുള്ളത് സെക്കൻഡ് ഹാഫിൽ തന്നെയാണ്. സെക്കൻഡ് ഹാഫിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗോൾ